വേതാളത്തിന്റെ പരീക്ഷണത്തിൽ ഞാൻ എന്തുകൊണ്ട് മരിച്ചില്ല? ആർക്കറിയാം? മറുതീരാ, രാജകൊട്ടാരത്തിലെ കലവറക്കാരൻ കാണണമെന്ന് പറഞ്ഞു. ഈ ഇല നിന്റെ കിടക്കവിരിയിൽ നിന്ന് കിട്ടിയതാ. ഇത് ഞാൻ ചെറുപ്പം മുതലേ കഴിക്കാറുണ്ട്. ഇതിന്റെ ഫലം ഞാൻ പറയാം. നിന്റെ ഉള്ളിലുള്ള അമിത ശക്തിയെയെല്ലാം നിയന്ത്രിക്കും. പുറമേ സാധാരണ മനുഷ്യനായി പെരുമാറാനുള്ള അപൂർവ മൂലികയായത്. അപ്പൊ ഞാനൊരു വേതാളമാണോ? അതെ, നീ ഒരു വേതാളമാണ്. നിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാമോ? സൂക്ഷിച്ചു നോക്കുന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ 10 പേരെ കത്തിക്കുന്ന അഗ്നിപർവ്വതമാണ് പുലിവേന്ദ്രൻ. ആദ്യം നീ രക്ഷപ്പെടാൻ നോക്കടാ. വരാൻ പറടാ പുലിവേന്ദ്രനോട്, വരാൻ പറടാ. ചിരിക്കുന്നു. ശബ്ദം കേൾക്കുന്നില്ലേ? ഞങ്ങളുടെ രാജകുമാരൻ എത്തി. ഞങ്ങളുടെ രക്ഷകനാടാ അത്. നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്ന ആയുധം.
അച്ഛൻ പുലിവേന്ദൻ അവിടെ എത്തിയപ്പോ ഗ്രാമവാസികൾ സന്തോഷിച്ചു. നിന്നെയും വയറ്റിൽ ചുമന്നുകൊണ്ട് നിന്റെ അമ്മയും അവിടെ എത്തി. സർവകലകളും അഭ്യസിക്കുവാനായി 18 വർഷങ്ങൾക്ക് മുൻപ് ആ ഗ്രാമം വിട്ടുപോയ പുലിവേന്ദൻ ആപത്ത് വന്ന ഗ്രാമവാസികൾ വിളിച്ചതുകൊണ്ടാണ് ആ സമയത്ത് അവിടെ എത്തിയത്. പറയൂ മുത്തശ്ശി, നമ്മുടെ വീരന്മാർ തന്നെ നിങ്ങളെ എന്തിനാണ് കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നത്? തെറ്റ് നിങ്ങളുടെ മേലെയാണോ അതോ രാജാവിൻ്റെ മേലെയോ? പുതിയതായി വന്നിരിക്കുന്ന സേനാധിപതി ജലതരംഗന്റെ മേലെ. നിന്റെ മുത്തശ്ശൻ കരിന്തേൽ നന്ദൻ എല്ലാ ഗ്രാമങ്ങൾക്കും ഒരുപാട് നന്മകൾ ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഒരേ ഒരു തെറ്റ് ചെയ്തു. ആ ജലതരംഗനെ സൈന്യത്തലവനാക്കി. ആ നിമിഷം തൊട്ട് അവന്റെ ദുഷ്ടതകളെ ഏറി. എന്നാൽ ഇതെല്ലാം യമുനാ റാണി അറിയാതെ അവൻ ഒതുക്കുകയായിരുന്നു. ചുറ്റുപേട്ടയിലുള്ള മുഴുവൻ ഗ്രാമങ്ങളിലും കാലാകാലങ്ങളായി 2 പൂജകൾ നടക്കാറുണ്ട്. ഒന്ന് വിത്ത് വിതയ്ക്കുമ്പോഴുള്ള ഉത്രപൂജ, മറ്റൊന്ന് ആരൂടെ നടത്തുമ്പോഴുള്ള പാദപൂജ. ആ നീചനായ ജലേന്ദ്രൻ വന്നതിന് ശേഷം പാദപൂജ നടന്നിട്ടില്ല അങ്ങുന്ന്. നാളെ തന്നെ പാദപൂജ നടന്നേ തീരും. പക്ഷെ നടക്കില്ലല്ലോ. നടക്കും മുത്തശ്ശി. നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വാഗനെല്ലൂരിൽ പാദപൂജ നടക്കും. അതുവരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ പുലിവേന്ദ്രൻ ഭരണത്തിന് വന്നവനല്ല, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വന്നതാ. രാജാവും റാണിയും പുലിവേന്ദന്റെ ആഗമനത്തിനായി കാത്തിരുന്നു. എന്നാൽ അവർക്ക് ഒരു സന്ദേശം മാത്രമാണ് കിട്ടിയത്. ആ സന്ദേശത്തിൽ എല്ലാ സത്യങ്ങളും എഴുതിയിരുന്നു. ഈ ഗ്രാമത്തിൽ പാദപൂജ നടത്തി കാലങ്ങളേറെയായെന്നും ഓരോ തവണയും നമ്മുടെ വേതാളങ്ങൾ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്നും ഇതിനു പിന്നിൽ ആരാണെന്നുള്ള തെളിവുമായി ഞാൻ വരുമെന്നും എഴുതിയ സന്ദേശം കണ്ട് രാജാവും റാണിയും ആശങ്കയിലായി. ജലതരംഗൻ ആകെ ക്ഷുഭിതനായി. ഉടൻ തന്നെ ജലതരംഗൻ കൊടുവരി സിദ്ധനെന്ന ക്രൂരനായ ഒരു സന്യാസിയെ പോയി കണ്ടു. ആ സന്യാസി ഒരു മന്ത്രമോതിരം കൊടുത്ത് യമുനാ റാണിയെ വശീകരിക്കുവാൻ പറഞ്ഞു. നീ തന്ന യമുന റാണിയുടെ മുടിയിൽ മന്ത്രം ചെയ്ത് ശ്മശാനത്തിൽ യാഗം ചെയ്ത് നിനക്ക് വേണ്ടി ഞാൻ ഈ മന്ത്രമോതിരം തയ്യാറാക്കിയിരിക്കുന്നു. ചിലന്തി മോതിരത്തിന്റെ കാലുകൾ അമർത്തിയാൽ അതിൽ നിന്ന് വരുന്നൊരു മായാജല പുക കാറ്റിലലിഞ്ഞ് എത്ര പേരുണ്ടെങ്കിലും യമുനാ റാണിയെ മാത്രം ലക്ഷ്യമാക്കും. വേണ്ട, കൊണ്ടുപോകാനല്ലേ നിങ്ങളോട് പറഞ്ഞത്. ആ മോതിരം ഉടയ്ക്കുകയാണെങ്കിൽ യമുനാ റാണി പേപിടിച്ച പോലെ തുള്ളും. ജലതരംഗൻ യമുനാ റാണിയെ ഉപയോഗിച്ച് രാജാവിനെ തന്നെ തടവിലാക്കി. പിന്നീട് വേതാളക്കോട്ടയുടെ മുഴുവൻ നിയന്ത്രണവും ജലതരംഗന്റെ കൈകളിലായി. അപ്പോ റാണിയെ ഒരു പട്ടം പോലെയാക്കി ജലതരംഗൻ അതിന്റെ നൂല് കയ്യിൽ വെച്ചിരിക്കുകയാണല്ലേ? അതുമാത്രമല്ല, ജലതരംഗന്റെ ദുഷ്ടതയോടൊപ്പം വിധിയും കൈകോർത്തുകൊണ്ട് ഘോര താണ്ഡവമാടുവാൻ തുടങ്ങി. അന്ന് ഗ്രാമത്തിൽ പാദപൂജ സന്തോഷത്തോടെ ആരംഭിച്ചു. പുലിവേന്ദനെ നേരിട്ട് ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ജലതരംഗൻ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. പുലിവേന്ദ, അയ്യോ, എന്റെ മക്കളെ വിടൂ. എന്തിനാ അവരോട് ഇങ്ങനെ ചെയ്യുന്നേ? ഒന്നും ചെയ്യരുതേ. അയ്യോ, കണ്ടാൽ പുലിയുടെ ലക്ഷണമാണല്ലോ. കാഴ്ചയിൽ മാത്രമല്ലടാ. നിങ്ങളാരും പേടിക്കണ്ട. അവര് നിങ്ങളുടെ കുട്ടികളല്ല, എൻ്റെ കുട്ടികളാണ്. എനിക്ക് രക്ഷിക്കാതിരിക്കാൻ കഴിയില്ല. ഒരടി എടുത്തു വച്ച കുട്ടികളെല്ലാം മരിച്ചു വീഴും. ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യമാണടാ കുഞ്ഞുങ്ങൾ. അവരെ കൊന്നിട്ട് ഏത് നരകമാണ് ഭരിക്കാൻ പോകുന്നത്? രാജഭരണം എന്റെ കൈകളിൽ വരുവാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. ഞങ്ങൾക്ക് ജീവനുള്ളതുവരെ അത് നടക്കില്ല. ഇല്ല, നടക്കില്ല. അതെ, നടക്കില്ല. നിന്നെ കണ്ടതും അവരുടെ ഭയമെങ്ങോ പോയി. നിനക്ക് ഭയം തോന്നുന്നുണ്ടല്ലേ? മോശക്കാരൻ 1000 ആയുധമുണ്ടാകും, നല്ലവൻ ഒരേ ഒരായുധം, ജനങ്ങൾ. അതെ, നിന്റെ ആയുധം വച്ച് തന്നെ നിന്നെ കൊല്ലാൻ പോകുന്നു. ഒരു കുഞ്ഞിന്റെ ദേഹത്തുനിന്ന് ഒരു തുള്ളി രക്തവും കാണും ചിന്തിയാൽ നിന്നെ. അവരുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം പോലും ചീന്താതിരിക്കണമെങ്കിൽ
ഈ വിഷത്തിൽ ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കാതെ നീ കുടിക്കണം. എടാ, ഈ കുട്ടികൾ മാത്രമല്ലടാ, ഇവിടെയുള്ള എല്ലാ കുട്ടികളെ കൊന്നാലും ശരി, ഞങ്ങളുടെ രാജാവിനെ കൊല്ല ഞങ്ങൾ സമ്മതിക്കില്ല. ഈ സ്നേഹം മതി മുത്തശ്ശി. നിങ്ങളുടെ എല്ലാം ജീവന് വേണ്ടി എന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. നേരിട്ട് വന്ന് നീ ആക്രമിക്കാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചതാണ്. ഇപ്പൊ നിന്റെ ധീരത കാണിക്കാൻ പോകുന്നു, അതോ വിഷം കുടിക്കാൻ പോകുന്നു? വിഷം കഴിച്ചാൽ നീ വെറുതെ വിടുവോ? അസത്യമായും നീ ചെയ്ത സത്യം ഞാൻ വിശ്വസിക്കുകയാണ്. അയ്യോ വേണ്ട വേണ്ട, അവിടുന്ന് നാടിന്റെ അധികാരിയാണ്, അങ്ങേക്ക് വേണ്ടി ചെയ്യും. അവിടുന്ന് ജീവനോട് ഇരിക്കണമെന്നേ. വേണ്ട അങ്ങുന്നേ, വേണ്ട വേണ്ട. ആ അവസാന നിമിഷം വരെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഒരു തലവന്റെ കടമയാണ്. എന്റെ ആജ്ഞയ്ക്ക് കീഴ്പ്പെടേണ്ടത് നിങ്ങളുടെ കടമയാണ്. ജനങ്ങൾക്ക് വേണ്ടി ചാകാൻ പോലും ഞാൻ സന്തോഷത്തോടെ ഈ വിഷം കുടിക്കുമെന്ന്. അധികം ആനന്ദം കൊള്ളേണ്ട മറുതീര, ഞാൻ മാത്രമാണ് ഈ കോട്ടയുടെ സേനാധിപതി. സേനാധിപതി? നീ ഈ കോട്ടയ്ക്കു മാത്രമാണ് സേനാധിപതി. നിന്റെ തലയിലെഴുത്ത് മാറ്റി എഴുതാൻ വേണ്ടിയാണടാ ഞാൻ വന്നിരിക്കുന്നത്. പച്ചത്തവളെ മുൻപോട്ടോ പുറകോട്ടോ? മുമ്പോട്ടാണോ? ശരി, വാടാനിയ. മറുതീര, എന്നെ കൊല്ലരുത്, ഞാൻ പറയുന്നത് കേൾക്ക്. ഈ കോട്ടയുടെ പൊന്നും പടവും സിംഹാസനവും എല്ലാം നീ എടുത്തോളൂ. എന്നെ വിട്ടേക്ക്, വിട്ടേക്ക്. വേണ്ട മറുതീര, എന്നെ ഒന്നും ചെയ്യരുത്. പറയുന്നത് കേൾക്ക്. ആലോചിച്ച് നോക്ക് മറുതീര, ആലോചിച്ച്.
ഇത് ധീരന്മാർ വിളയുന്ന മണ്ണാണ്. ഇവിടെ ദ്രോഹം മുളക്കില്ലടാ. മറുതീരാ ഈ മോതിരം ഞാൻ ഉടച്ചു കഴിഞ്ഞ റാണിയുടെ മനോനില തെറ്റി പല മടങ്ങ് വേറെ ഏറിക്കൊണ്ടിരിക്കും. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. മറുതീരാ. മറുതീരാ, ദേ പൊന്നു തമ്പുരാൻ. മുത്തശ്ശ, എന്തുവാടാ ഇത്? പാഞ്ഞു അടിക്കുമെന്ന് വിചാരിച്ചപ്പോ പായിട്ട് കിടന്ന് ഉറങ്ങുന്നു. എന്റെ ഒറ്റക്കണ്ണിന് ഒരാളുടെ പൂർവ്വകാലത്തെക്കുറിച്ച് അറിയാനുള്ള ശക്തിയുണ്ട്. മഹാരാജന്റെ രുതിരമാണ് നിങ്ങളിൽ. ഞാൻ അദ്ദേഹത്തിന്റെ കാവൽക്കാരനാണ്. അതുകൊണ്ടാണ് എന്നെയും ഇവിടെ അടച്ചിട്ടിരുന്നത്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം പറഞ്ഞാലും. അങ്ങോട്ട് നോക്കിയേ, ആ കെട്ടിയിട്ടിരിക്കുന്ന പവിഴമല്ലിയാണെന്ന് തോന്നുന്നു. വേഗം രക്ഷിക്കാം. അമ്മേ, അമ്മേ വേണ്ടമ്മേ. ഇദ്ദേഹം അമ്മയുടെ അനുജന്റെ മകനാ, മരുതീരൻ. ജലതരംഗൻ അമ്മയ്ക്ക് മന്ത്രവാദം ചെയ്തതാ. അമ്മ എന്താ ചെയ്യുന്നെന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല. മരുതീര, എന്റെ മകളെ നിനക്ക് വിഡ്ഢിയാക്കാം, എന്നാൽ എന്നെ നിനക്ക് വിഡ്ഢിയാക്കാൻ പറ്റില്ല. അമ്മേ, ഞാൻ യമുന റാണിയാണ്, കാലന്റെയും റാണിയാണ്. എടാ ഒറ്റക്കണ്ണ, മറുതീരം പറഞ്ഞതുപോലെ ഞാൻ കൈ കാണിക്കുന്നവരെല്ലാം അടിച്ചൊതുക്കിക്കോണം. എന്നാ തുടങ്ങിക്കോ. ഉത്തരവ് പോലെ. ഒറ്റക്കണ്ണനെ എല്ലാരും കൂടെ വളഞ്ഞടാ. ഇങ്ങോട്ട് നോക്ക്, എന്റെ കൂട്ടാളികൾ വന്നു. നോക്കടാ, നമ്മുടെ ആൾക്കാരൊക്കെ വന്നടാ. എല്ലാരെയും കൊത്തി കൊന്നേക്ക്. പോ, എല്ലാരെയും കൊന്ന്. ഒന്നിനെയും എല്ലാത്തിനെയും കൊത്തിക്കൊല്ലേ. വേഗം കൊല്ലാടി കൊല്ലേ, കൊത്തിക്കൊല്ലേ. മര്യാദക്ക് കേറി വാ.
പേടിക്കല്ലേ, ഞങ്ങള് മറുതീരിന്റെ ആൾക്കാരാ. ഒന്ന് വേഗം. വേഗം തിരിക്കേ. വലിക്കേ. വേണ്ട, അതിന് തരൂ. തന്നേക്ക് മറുതീര, അല്ലെങ്കിൽ നിന്നെ ഞാൻ കണ്ടതുണ്ടായി വെട്ടി തീർക്കും. സൂര്യൻ മറയ്ക്കും ദണ്ടുടയ്ക്കൂ. സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുമ്പോൾ മാന്ത്രിക ദണ്ടുടയ്ക്കണം. മാന്ത്രിക ദണ്ട് തരൂ. എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ എനിക്ക് രക്ഷിക്കണമെങ്കിൽ ഈ ദണ്ടുടച്ചേ പറ്റൂ. തരൂ. നിന്റെ ശാപം മാറി നീ മനുഷ്യനായി. വേണ്ട മരുതീര, ഈ ജനങ്ങളോട് ഞാൻ കാണിച്ച ക്രൂരതയ്ക്ക് ഞാൻ ഈ ശിക്ഷ അനുഭവിച്ചു തന്നെ തീരണം. വേണ്ട വേണ്ട, ഒന്നും ചെയ്യരുത്. നിങ്ങളെ ചുറ്റിക്കൊണ്ടിരുന്ന ഗ്രഹങ്ങളെല്ലാം പോയി. ഇനി ജനങ്ങൾക്ക് വേണ്ടി നന്നായി നാട് വാഴാൻ കഴിയും. ഞാൻ കാരണം നമ്മുടെ കുടുംബത്തിനുണ്ടായ ശാപം എന്നോടൊപ്പം തീരട്ടെ. ഇനി നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യരുത്, സന്തോഷമായി ജീവിക്കണം. അമ്മായി, തെറ്റ് നിങ്ങൾ മൂലം തന്നെയാണ് നടന്നത്. പക്ഷെ തെറ്റ് ചെയ്തത് അമ്മായിയല്ല. ഇനി അമ്മായിയുടെ അനുഗ്രഹം എല്ലാവർക്കും വേണം. ഇനി വേതാള വംശം ഞങ്ങളുടെ അഘോര ദ്വീപിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു. അവിടെ എന്റെ മകള് രാജ്യം ഭരിക്കും. ഞാൻ ഭരിച്ചിരുന്ന ഈ വേതാള കോട്ടയും 56 നാടുകളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. മഹാറാണി, മറുതീരൻ വേതാള വംശജനാണെങ്കിലും ഇനിയും അവൻ ഞങ്ങൾക്ക് തുണയായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കട്ടെ. തീർച്ചയായും. അതുകൊണ്ടാണ് മറുതീരനെ ഈ ദേശത്തിന്റെ രാജാവായി പ്രഖ്യാപിക്കുന്നു. മഹാരാജാവ് മറുതീരൻ. മഹാരാജാവ് മറുതീരൻ. മഹാരാജാവ് മറുതീരൻ. മഹാരാജാവ് മറുതീരൻ. മഹാരാജാവ് മറുതീരൻ. മഹാരാജാവ് മറുതീരൻ. ഞാൻ ഈ മണ്ണിൽ പിറന്നവനാണ്. എനിക്ക് രാജാവിൻ്റെ പദവി വന്നെങ്കിലും ഞാൻ നിങ്ങളിൽ ഒരാളാണ്. ജനങ്ങളുടെ നല്ലതിനു വേണ്ടിയുള്ള ആദ്യത്തെ ശബ്ദം മുഴങ്ങുന്നത് എന്നിൽ നിന്നായിരിക്കും. എല്ലാവർക്കും എല്ലാം ലഭിക്കണമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. മഹാരാജാവ് മറുതീരൻ. മഹാരാജാവ് മറുതീരൻ. മഹാരാജാവ് മറുതീരൻ. മഹാരാജാവ് മറുതീരൻ. മഹാരാജാവ് മറുതീരൻ.